പൂരം കലക്കൽ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ADGP എന്ന വാർത്തയാണ് ഇപ്പോൾ നൽകാനുള്ളത്. ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അജിത് കുമാർ നേരിട്ടെത്തി DGPക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഇന്നു തന്നെ സമർപ്പിക്കണം എന്ന നിർദ്ദേശം വന്നു. ഇതേ തുടർന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് അറിയുന്നത്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഉടനെ കൈമാറും. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, 24-നകം റിപ്പോർട്ട് നൽകണം എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അങ്ങനെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഒരാഴ്ച സമയം തേടി കഴിഞ്ഞ ആഴ്ച കാണുകയായിരുന്നു ADGP മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് റിപ്പോർട്ടിൽ എന്നപ്പോൾ വല്ല സൂചനയുമുണ്ടോ? സ്മൃതി, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ADGP MR അജിത് കുമാർ DGPക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ തന്നെ വാർത്ത നൽകിയതാണ്. ADGP സ്ഥലത്തില്ല. തിരുവനന്തപുരത്തേക്ക് എത്തി ഉടൻ തന്നെ DGPക്ക് റിപ്പോർട്ട് കൈമാറും എന്നുള്ളത്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ADGP ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വിവരാവകാശ നിയമപ്രകാരം പോലും ഇത്തരം ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് പോലീസ് ആസ്ഥാനത്ത് നിന്നൊരു മറുപടിയായി നൽകുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലും സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നു. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ADGPയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു മറുപടിയിലേക്കാണ് വന്നത് എന്നതടക്കം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ADGPയെ പിന്തുണച്ച് പറഞ്ഞത് ഈ 24-ാം തീയതിക്കകം റിപ്പോർട്ട് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യം അവർ ചോദിച്ചിരുന്നു. ADGP അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഈ 5 മാസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം ഒരു കാരണവശാലും ഒരു ADGP പാലിക്കാതെ പോകുന്ന ഒരു സാഹചര്യം. അതിനെതിരെ മുഖ്യമന്ത്രി ഒരു നടപടിയും കൈക്കൊണ്ടില്ല. 5 മാസക്കാലം കാലതാമസം എടുക്കുന്നു. അതിനുശേഷം ഏറെ വിവാദത്തിലേക്ക് പോകുന്നു. ആ വിവാദത്തിന് ഒടുവിൽ വാർത്തകൾ പുറത്തു വരുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി ADGP ചെയ്തത് തെറ്റ് എന്നുള്ള ഒരു പരാമർശത്തിലേക്ക് പോകാതെ ADGPയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലാണ് പോയത്. ഇന്നലെ നമുക്കറിയാം, സുനിൽകുമാർ ഉൾപ്പെടെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവസാനം ഏറെ വിവാദത്തിനൊടുവിൽ ഇപ്പോൾ ഇതാ ADGP മുഖ്യമന്ത്രിക്ക് നൽകുവാനുള്ള ആ ഒരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ADGP അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചത് DGP അന്വേഷണ ചുമതല നൽകിയത് ADGPക്കാണ്. ആ ADGP അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. നാളെ തന്നെ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് DGP സമർപ്പിക്കും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്മൃതി, തൃശൂർ പൂരം കലക്കലിൽ ADGP അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് കൈമാറിയിരിക്കുന്നു. ഇന്ന് തന്നെ വേണം റിപ്പോർട്ട് എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. പക്ഷേ ഇതിലെ വിഷയം ആരോപണ വിധേയനാണ്. പൂരം കലക്കലിൽ ADGPക്ക് പങ്ക് എന്ന ആരോപണം വന്ന ശേഷമാണ് അദ്ദേഹം സമയം തേടി കുറച്ചുകൂടി സമയം റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 24-ാം തീയതി വരെ സമയം അനുവദിച്ചതെന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. പക്ഷേ അകത്ത് ഇന്ന് തന്നെ റിപ്പോർട്ട് വേണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ADGP നേരിട്ടെത്തി DGPക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു എന്ന വലിയ വാർത്തയാണ് റിനു ശ്രീധർ റിപ്പോർട്ട് ചെയ്യുന്നത്.